മതാത്മക സ്വഭാവം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞു കർഷകർക്ക് വിളവിന് വില കിട്ടണം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ് കർഷകൻ എന്ന് പറഞ്ഞാൽ ഏത് മതത്തിൽപ്പെടും, ഏത് ജാതിയിൽപ്പെടും? സ്വദേശി വസ്ത്രം ധരിക്കണം, അയിത്തം പാടില്ല, ഉപ്പിന് നികുതി കൊടുക്കൂല. നോക്കൂ, ഈ മുദ്രാവാക്യങ്ങളെ ഇന്ത്യയെ ചലിപ്പിച്ച മുദ്രാവാക്യങ്ങളാണ്. ഈ മുദ്രാവാക്യങ്ങളെ നിങ്ങൾ ഏത് മതത്തിന്റെ അക്കൗണ്ടിലാണ് പെടുത്തുക? ഏത് മതത്തിന്റെ അക്കൗണ്ടിലാണ് പെടുത്തുക? അവസാനത്തെ കുടിയിലെ മനുഷ്യൻ വരെ സമരത്തിലെത്തി. ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, AICCയിൽ എല്ലാവരും ഗാന്ധിക്കെതിരായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഒരു ദേശീയ സമരത്തിന് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള എന്തെങ്കിലും മുദ്രാവാക്യം വേണ്ടേ, അല്ലാതെ ഉപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിലവാരമുള്ള ഒരു വിഷയമാണോ? ഗാന്ധി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവസാനത്തെ ആൾക്കും മനസ്സിലാവും, അങ്ങേറ്റത്തെ ആദിവാസിക്കും മനസ്സിലാവും. ആ മനസ്സിലാവലാണ് ഉപ്പ്. അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ ദേശീയ പ്രസ്ഥാനം. അല്ലാതെ ആരെങ്കിലും മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ സാധനമൊന്നുമല്ല, മനുഷ്യര് പണിയെടുത്തുണ്ടാക്കിയതാണ്. അതിന്റെ മൂല്യത്തെ നമ്മൾ മാനിക്കണം. ദയവായി ആ പാരമ്പര്യങ്ങളെയൊക്കെ ജീവൻ ബലിയർപ്പിച്ച കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ നമ്മൾ വർഗീയവാദികളെന്ന് മുദ്രകുത്തി തരം താഴ്ത്തരുത്. അതെന്റെ ഒരു അഭ്യർത്ഥന.